ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എങ്ങനെയാണ് വൈറലാവുന്നത് നോക്കിയാലോ? നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങളെ ഫോളോവേഴ്സിലുള്ള മോസ്റ്റ് എൻഗേജിങ്, അതായത് നിങ്ങളോട് ഓഫ്റ്റൻ സംസാരിക്കുന്ന മോസ്റ്റ് എൻഗേജിങ് ആയിട്ടുള്ള ഫോളോവേഴ്സിന് കാണിച്ചു കൊടുക്കും. 20% ഓഫ് യുവർ ടോട്ടൽ ഓഡിയൻസ് ആയിരിക്കും ആ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അവർ നിങ്ങളെ കോണ്ടന്റിനേറ്റ് വളരെ പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്തു. ഇങ്ങനെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കും, അനദർ 20%. പക്ഷേ ഈ ഇട്ട കോണ്ടന്റിനായിട്ട് നിങ്ങളുടെ ഓഡിയൻസ് എൻഗേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടന്റിൻ്റെ റീച്ച് റെഡ്യൂസ് ചെയ്യും. ഇനി അല്ല, ആൾക്കാർ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. അവരും എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പുതിയ സെറ്റ് ഓഫ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടും, വൈറലാവും. ഇനി അല്ല, അങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ എൻഗേജ് ചെയ്യാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളെ റീച്ച് കുറയും. സോ ആൾക്കാരുടെ ഈ എൻഗേജ്മെൻറ്റ് കൂട്ടാനുള്ള ഒരു ഈസി വേ എന്ന് പറയുന്നത്, ആൾക്കാരുടെ ഒരു സ്പെസിഫിക് വേർഡ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളിപ്പോൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും. ലിങ്ക് കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ അതിനൊരു ഓട്ടോ റിപ്ലൈ കമൻറ്റും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിന് പറയുന്നതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓട്ടോമേഷനായിട്ട് കുറേ ടൂൾസ് ഉണ്ട്, പക്ഷേ കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ക്രിയേറ്ററിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ ടൂൾ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ടൂൾ ആൻഡ് ഐ വിൽ ഷെയർ യു ദ ലിങ്ക്.